ഉള്ള ചക്കയപ്പം ഉണ്ടാക്കാം. വായിലിട്ട് അലിഞ്ഞു പോകുന്ന ചക്കയപ്പം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ചക്ക വേണം. ചക്ക വേവിച്ച് ഉടച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. കുറച്ച് ശർക്കര, നമ്മളുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര കുറച്ചധികം വെള്ളത്തിൽ നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട്. 1/2 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകവും ഏലക്കായയും ഈ നാളികേരത്തിൻ്റെ ഒപ്പം നമ്മൾക്കൊന്ന് ഒതുക്കിയിടാം. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എടുത്തു വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് നമുക്ക് അരിപ്പൊടിയും റവയും ചേർത്ത് കൊടുക്കാം. ഇത് കുഴയ്ക്കുന്നത് നമ്മൾ ശർക്കര പാനിയിലാണ്. റവ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഒന്ന് കുതിർന്നു വരണമല്ലോ. റവ കുതിരാനായിട്ട് കുറച്ചധികം ശർക്കര പാനി വേണ്ടി വരും. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കുമ്പോൾ കുറച്ചധികം വെള്ളത്തിൽ തന്നെ ഉരുക്കിയെടുക്കാം. നാളികേരം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കായും ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 മുറി നാളികേരവും ചിരണ്ടിയതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജീരകവും ഏലക്കായും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇടാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. റവ ഉള്ളതുകൊണ്ടുണ്ടല്ലോ നന്നായിട്ട് വെള്ളം വേണ്ടി വരും. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾക്ക് ആ ബാക്കിയിരിക്കുന്ന ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കുതിരാനായിട്ടൊരു 4-5 മണിക്കൂറെങ്കിലും നമ്മളിത് എടുത്ത് വയ്ക്കണം. അതിനുശേഷം നമ്മൾക്കിതൊരു 10-15 മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ വെള്ള ശർക്കര എടുത്തതുകൊണ്ട് കേട്ടോ ഈ കളറ് വെള്ള കളറിലിരിക്കുന്നത്. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ശർക്കര ആയിരുന്നെങ്കിൽ നല്ല കളറ്, കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ബ്രൗൺ കളർ വന്നേനെ. നമ്മുടെ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾക്ക് ആക്ച്വലി ഇലയിലിട്ടാം, പ്ലാവില, ഇടനിലയിലെല്ലാം നല്ല കുമ്പിളപ്പമായിട്ട് ഉണ്ടാക്കാം. ഇതെല്ലാം നമുക്ക് ഇവിടെ കിട്ടാത്തത് കൊണ്ട് പാത്രത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് സ്റ്റീം ചെയ്യും. ഒരു 10-15 മിനിറ്റ് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇവിടെ ഇലയില്ലാത്തതുകൊണ്ട് ഞാൻ കപ്പ് കേക്കിൻ്റെ മോൾഡ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ ടേസ്റ്റ് എല്ലാം. See you next time. Thanks for watching.